ചേട്ടാ കോഴിയെ കൊടുക്കണ്ടോ? പിന്നെ ഉണ്ടല്ലോ വാ. ഇത് ഈ കിടക്കുന്ന എല്ലാ കോഴികളും സെലിബ്രിറ്റി ഷാഡുള്ള ഹൈടെക് കേരള കോഴികളാണ്. വാ നിനക്ക് പരിചയപ്പെടുത്തി തരാം. എങ്ങനെയുണ്ട് ഫാമൊക്കെ? ആ കുഴപ്പമില്ല. ഈ കിടക്കണ കോഴികളുടെയൊക്കെ പേരെന്താണ്? അയ്യോ ഇതോ ആ കിടക്കുന്ന കോഴിയുടെ പേര് ദുകേഷ്. അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഹിറ്റിക്ക് ഇത് മൈസൂര്യ. ഇതോ ഈ കിടക്കുന്ന കോഴി ഉണ്ടല്ലോ ഒരു കൺട്രോളർ കോഴിയാണ്. ഒരു കൺട്രോൾ ഇല്ലാത്ത കോഴി. പിന്നെ വേറൊരു കോഴി ഇപ്പൊ പുറത്ത് പോയിക്കണം, അവന് ഇടവേളയാണ്. അതിന്റെ പേരെന്തോന്ന്? അത് ഇടവേള ജാബു, കേട്ടിട്ടില്ലേ? നല്ല കോഴിയാണ്. ആ ജിമ്മി പോണ കോഴിയുടെ പേരെന്തുവാ? അയ്യോ അത് പ്രോട്ടീൻ പൗഡർ അടിച്ച് മസിൽ വെച്ച കോഴിയാണ്. അതിന്റെ പേര് റിജാസ് കൂണ്. നേരത്തെ റൂബി പിങ്ക് കളറായിരുന്നു, ഇപ്പൊ വേർത്ത് വെളുത്തിരിക്കുന്നതാണ്. കൊള്ളാമോ കോഴി? ഈ ഫാമിന്റെ പേരെന്തോന്ന്? അത് മാഞ്ഞിരിക്കുന്നു, മനസ്സിലാവില്ലല്ലോ. അയ്യോ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് മാഞ്ഞു പോയതാണ്. പവർ യൂണിറ്റ് എന്നാണ് പേര്, ശ്രദ്ധിച്ചു നോക്കി കാണാം. ഓ പവർ യൂണിറ്റ്, വാർത്തയെ കണ്ടിരുന്നു. പ്രശ്നമാണല്ലേ? ഒന്ന് പ്രശ്നം വെച്ച് നോയിക്കൂടെ? ഓ പ്രശ്നം വെച്ച് നോക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ ഔഷധ കാറ്റിട്ട് ശക്തി കിട്ടിയ കോഴികളാണ്. കാണിച്ചുതരാം. അയ്യോ ആ പൂവന്റെ പേരെന്താ? അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവന്റെ സ്വഭാവം ഒന്നിനെ കിട്ടും പിന്നെ തട്ടും. അപ്പൊ ശശി തരൂര്, ഇതിന്റെ റേറ്റ് എങ്ങനെയാ? അയ്യോ ഇതിന്റെ റേറ്റ് കൂടുതലാണ്, കാരണം അസാമാന്യ കഴിവുള്ള കോഴികളാണ് ഇതൊക്കെ. അതെന്താ, അഭിനയിക്കോ? അയ്യോ അഭിനയിച്ചില്ലെങ്കിലും രാത്രി കഥകിൽ തട്ടിയിട്ട് മാഞ്ചിയാണോ തേക്കാണോ എന്ന് കറക്റ്റാ പറയും. ശരി വരാം, ഓണത്തിന് വെട്ടാനുള്ളതാണ്. വരണേ. നിങ്ങൾ രാത്രി ആഹാരം കൊടുക്കാൻ മറന്നാലും കോഴി വന്ന് രാത്രി കഥകിൽ തട്ടിക്കോളും.